ഓരോ ജീവിതത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ചിലരത് മനസ്സിലാക്കാൻ വർഷങ്ങളോളം എടുക്കും. പക്ഷേ ഉയരം ഒരല്പം കുറവാണെന്ന് തിരിച്ചറിഞ്ഞ കാലം തൊട്ട് ലക്ഷ്യങ്ങൾ ഒത്തിരി ഉയരത്തിൽ കാണാൻ തുടങ്ങിയ ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പം. 100-ലധികം സിനിമകളിലും മിനിസ്ക്രീൻ സാന്നിധ്യം വഴിയും നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത ജോബി ചേട്ടനാണ് നമ്മളോടൊപ്പം. നമസ്കാരം ജോബി ചേട്ടാ. നമസ്കാരം. നമസ്കാരം ചേട്ടാ, സ്കൂൾ കാലം തൊട്ടേ മിമിക്രിയിലൊക്കെ വളരെ സജീവമാണ്. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ബാലേന്ദ്ര മേനോൻ സാറിന്റെ അച്ചുവേട്ടന്റെ വീട്. എങ്ങനെയാണ് ചേട്ടാ അതിലോട്ടുള്ള എൻട്രി എങ്ങനെയാണ്? അവരുടെ ഒരു ടീച്ചറായതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിപ്പോൾ ഒരു എസ്സേ പോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. കാരണം അത് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. ഇതിലേക്ക് സിനിമ ഫീൽഡിലേക്ക് വന്നത് തുടങ്ങുമ്പോൾ എൻ്റെ സ്കൂൾ ജീവിതം മിമിക്രി കാര്യങ്ങൾ തന്നെ പറഞ്ഞുവല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഒത്തിരി നാടകങ്ങളിൽ മിമിക്രിയിൽ ഒക്കെ അഭിനയിച്ചു. മിമിക്രി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത് അന്ന് മിമിക്രി ഒരു വലിയൊരു എല്ലാവരും ആകർഷിക്കപ്പെടുന്ന ഒരു വലിയൊരു കലയായിരുന്നു. അപ്പോൾ അതിലകത്തായാൽ എന്നെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഞാൻ വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റൊന്നും അല്ലായിരിക്കും. ഞാൻ അങ്ങനെ ആയിരിക്കാം അത് തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കൂടുതൽ പ്രോഗ്രാമിന് കൊടുക്കുന്നു. പിന്നെ കലാപ്രതിഭയാകുന്നു. ഈ കലാപ്രതിഭയായപ്പോൾ അന്നത്തെ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിട്ട് വരുന്നു. അപ്പോൾ അത് ശ്രീ ബാലചന്ദ്രമേനോൻ അദ്ദേഹം അന്ന് ഈ സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്ന കഥ തൊട്ട് ഇങ്ങറ്റം വരെ എല്ലാം ഡയറക്ഷനും എല്ലാം നോക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പത്രത്തിലൂടെ അന്നത്തെ പത്രത്തിലെ മെയിൻ വാർത്തകൾ ഇത് കലാപ്രതിഭയായ ഞാൻ കലാതിലകമായി ജ്യോതി എങ്ങനെയൊക്കെ വരുന്ന ഈ വാർത്ത കണ്ടിട്ട് എന്നെ വിളിച്ചതാണ്. അപ്പോൾ അതിനകത്ത് അസിസ്റ്റൻ്റായിട്ട് എൻ്റെ സുഹൃത്ത് ഡോക്ടർ തോമസ് മാത്യു, അദ്ദേഹം നിന്ന് DME ആയിട്ട് റിട്ടയർ ചെയ്ത അദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മേനോൻ സാർ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കൊണ്ട് പോകുന്നതും ട്രിവാൻഡ്രം ഹോട്ടലിൽ എന്നെക്കൊണ്ട് കാണിക്കുന്നതും ഞാനിങ്ങനെ ഒരു പാത്രം എൻ്റെ ഉള്ളിൽ വന്നു, ഞാനത് എഴുതി. അപ്പോൾ ജോബിക്ക് പറ്റിയൊരു സാധനമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റോട് കൂടി തന്നെയാണ് ഞാൻ എന്ന് പറയാം ഇതിനകത്തേക്ക് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. അതിനിടയ്ക്ക് ചേട്ടൻ നാടകത്തിനെ കുറിച്ചിട്ട് പരാമർശിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചിട്ട് ഞങ്ങൾക്ക് കൂടുതൽ അറിയണം. നാടകത്തിലെ ഒരു ആവേശമുണ്ടല്ലോ, നാടക പ്രവർത്തകർ. എനിക്ക് കലയിൽ ഏറ്റവും കൂടുതൽ സിനിമയെക്കാളേറെ ഇഷ്ടം നാടകം തന്നെയാണ്. നമുക്ക് അപ്പം തന്നെ എൻ്റെ റിയാക്ഷൻ കിട്ടുകയും ഒരുപാട് നാളത്തെ അഭ്യാസം കഴിഞ്ഞുള്ള ഒരു അർച്ചനയാണ് അതിലേക്ക്. അപ്പോൾ എനിക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടും. സിനിമയിൽ ഇത് കിട്ടണമെന്നില്ല. ഇപ്പം മിമിക്രിയും എനിക്കുണ്ട്. മിമിക്രി എൻ്റെ പോക്കറ്റ് മണിയും നാടകം എൻ്റെ ജീവനുമാണെന്ന് പറയാം. അത്രയേറെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ അടുത്തിടെ തന്നെ ഒരു മെയ് 1 ഇപ്പോൾ ഒരു നാടകം കളിച്ചു. ശ്രീ ജിജി കലാമന്ദിർ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത്, ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഞാനും പ്രകാശ് പ്രഭാകർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത്. ജീവൻ മരണ പോരാട്ടം. അതൊരു വല്ലാത്തൊരു നാടകമായിരുന്നു. കാരണം ജീവിക്കണമെന്നൊരാൾക്കും മരിക്കണമെന്ന് വേറൊരാൾക്കും അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നൊരു നാടകം. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ ഇത് അങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് കളിക്കുന്നൊരു സാധനമായിരുന്നു. നാടകം ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു ഇഷ്ട കലയാണ്. ചേട്ടാ, അപ്പോൾ കലാപ്രതിഭയായിരുന്നു എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചേട്ടനെ അറിയുന്നത് മിമിക്രി അല്ലെങ്കിൽ അപ്പം നാടകം അല്ലെങ്കിൽ തുടർന്നുള്ള വേറെ ഏതൊക്കെ ഐറ്റങ്ങളിലാണ് ചേട്ടൻ പങ്കെടുത്തിട്ടുള്ളത്? അന്നേരം ഈ കലോത്സവത്തിന് നാടകം വേറെ സെപ്പറേറ്റ് ഒരു ഐറ്റമാണ്, ഇതിനകത്ത് വരുന്നതല്ല. യൂത്ത് ഫെസ്റ്റിവലിൽ അത് സെപ്പറേറ്റ് നാടകോത്സവം ആയിട്ട് തന്നെയുണ്ട്. അല്ലാതെ ഞാൻ മോണോ ആക്ട്, ഫാൻസി ഡ്രസ്സ്. അന്ന് ഫാൻസി ഡ്രസ്സൊക്കെ വലിയൊരു കലയായിരുന്നു. ഇന്ന് ഒരു മേക്കപ്പ് മാൻ്റെ കലയല്ല അന്ന്. അത് അന്ന് ഞാൻ ഫാൻസി ഡ്രസ്സിൽ കാണിച്ചത് തന്നെ ഒരു അന്നത്തെ അടിമ ഇതുണ്ടല്ലോ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലൊക്കെ സംഭവിച്ചതുപോലെ ഒരു ഐറ്റമാണ്, അതിൻ്റെ ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ ഈ ആ കുട്ടികളുടെ ഒരു വല്ലാത്തൊരു സംഭവമുണ്ട്. ഇവിടെ കേരളത്തിൽ നടമാടിക്കൊണ്ടിരുന്നൊരു സംഭവമുണ്ട്. അപ്പനെയും അമ്മയും 2 ദിക്കിലേക്ക് വിറ്റുകൊണ്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. ലേലം വിളിച്ച്
ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഞാൻ വെക്കണം. 3-5 വയസ്സുകാരനെ അവൻ ഈ തട്ടി ഭാരം വലിച്ചു കൊണ്ട് പോകുമ്പോൾ കാണുകയാണ് അച്ഛനെ ഒരു ദിക്കിലേക്ക് വിട്ടുകൊണ്ട് പോകുന്നു, അമ്മയെ ഒരു ദിക്കിലേക്ക് വിട്ടുകൊണ്ട് പോകുന്നു. ഇത് ഇവിടുത്തെ ചരിത്രമാണ്. അവനിങ്ങനെ വാവിട്ട് കരയാനേ പറ്റുന്നുള്ളൂ. ഞാനിങ്ങനെ വാവിട്ട് കരഞ്ഞ് ആ കരച്ചിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെ കരയുന്നു. കരയിക്കാൻ എനിക്ക് പറ്റി. അത് മേക്കപ്പാൻ്റെ കരയാണോ? അല്ല, ഒരിക്കലും അല്ല. നമുക്ക് കിട്ടുന്ന 3 മിനിറ്റ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വലുതാണ്. പിന്നെ ശക്തമായ സാമൂഹ്യ ബോധവും ഉണ്ടാവണം. പിന്നെ കോറിയോഗ്രാഫിയുടെ മാത്രം ഒരു ഇനമായിട്ട് മാറിയിരിക്കണം. അതെ. പിന്നെ കഥാപ്രസംഗം ചെയ്തിട്ടുണ്ട്. കഥാപ്രസംഗമൊക്കെ അന്യം നിന്നുപോയ ഒരു കലാരൂപമായി പോയി. ഒറ്റയ്ക്ക് ഒരാൾ 2.5 മണിക്കൂറൊക്കെ സാംബശിവൻ സാറൊക്കെ ചെയ്തിരുന്ന, ഇപ്പോൾ അതിലെ ഉണ്ണികൃഷ്ണൻ സാർ, അദ്ദേഹം മരിച്ചുപോയി, ഇപ്പോൾ ഈയിടെ മരിച്ചുപോയി. അദ്ദേഹത്തിനൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. 2.5 മണിക്കൂറൊക്കെ നിന്ന് കഥ പറയുമ്പോൾ അയാളിലേക്ക് തന്നെ ആകൃഷ്ടനായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. സാംബശിവൻ സാധാരണക്കാർക്ക്, കർഷകർക്ക് ഒഥല്ലോയെപ്പറ്റിയും ഡെസ്റ്റിമോണയെപ്പറ്റിയും ഈ യോഗയെപ്പറ്റിയും അല്ലെങ്കിൽ മറ്റു കഥകളും എന്തുമാത്രം കഥകൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ടോൾസ്റ്റോയെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് ആ കഥാപാത്രങ്ങൾ എന്താണെന്ന് സാധാരണക്കാരൻ അറിയാനായിട്ട്, മാഡം ക്യൂറി, അതെ എല്ലാം ഇങ്ങനെ അറിയാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് കഥാപ്രസംഗം ഒരാൾ നിന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതൊക്കെയാണ് കേരളത്തിൻ്റെ കലകളായിരുന്ന ഒരു വലിയൊരു കഥാപ്രസംഗം മറക്കാൻ പറ്റാത്തതാണ്. വൺ മാൻ ഷോ എന്ന് പറയുന്നത്. അതെ. അപ്പോൾ ഇത്തരം കലകൾ ഒത്തിരി പിന്നെ ഐറ്റംസൊക്കെ എനിക്കുണ്ടായിരുന്നു. ബേസ് അഭിനയമാണ്. പിന്നെ ചേട്ടാ, മണ്ണാങ്കട്ടയും കരിയൽ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് പ്രത്യേക ജൂറി അവാർഡൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും, ഇനി എത്ര നമ്മൾ അഭിനയിച്ചിട്ട് നമുക്ക് എത്ര അനുഭവ സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ അത് നമ്മളൊന്ന് റെക്കഗ്നിഷനാണ്, നമ്മൾ തിരിച്ചറിയപ്പെടുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യം, അടയാളപ്പെടുത്തലാണ് ചേട്ടാ. പ്രത്യേകിച്ചും നമ്മൾ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അപ്പോൾ ചേട്ടനാണെങ്കിലും ഞാൻ ചോദിക്കുകയാണ്, അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിലാണെങ്കിലും അഭിനയ വഴികളിലാണെങ്കിലും ഒരു ബൂസ്റ്റപ്പ് അല്ലായിരുന്നു, ഒരു കോൺഫിഡൻസ് അല്ലായിരുന്നു ചേട്ടാ? സന്തോഷം ഒന്ന് പങ്കുവെക്കാവോ? ഒന്നാമത് അത്തരം റോളുകൾ കിട്ടുക എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു റോള് സാധാരണ എനിക്ക് കിട്ടാറില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു ഹാസ്യ കഥാപാത്രമായിട്ടൊക്കെ വന്നുകൊണ്ടിരുന്ന എനിക്ക് ഒരു ഏറ്റവും സീരിയസ് ആയിട്ടുള്ള റോള് കിട്ടുക, അത് തരാൻ അതിൻ്റെ ഡയറക്ടർ അരുൺ സാഗരയ്ക്കും പ്രൊഡ്യൂസർ പോളിനും അത് തരാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാവുക. അപ്പോൾ ഞാനാദ്യം എനിക്ക് പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ കുറേ എടുത്ത് വന്നപ്പോൾ തന്നെ കുഴപ്പമില്ല, സീരിയസ് റോളുകൾ നമുക്ക് കൈകാര്യം ചെയ്യാം. കാരണം ഞാൻ അങ്ങനെ ഒരു അതിജീവനത്തിലൂടെ വന്നതാണല്ലോ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ പ്രയാസങ്ങളെപ്പറ്റി തന്നെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ അഭിനയിക്കേണ്ട, ബിഹേവ് ചെയ്താൽ മതി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് കൂളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്കത് ബോധ്യപ്പെട്ടു. അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് അവാർഡുകൾ കിട്ടുകയും ചെയ്തു. മറ്റു പല അവാർഡുകളും കിട്ടിയുണ്ടായി. അത് ഞാൻ പറഞ്ഞു വെച്ചത് അത്തരം റോളുകൾ തരാനുള്ളൊരു സംഭവം. ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് കാത്തൊരു കല്യാണം എന്നൊരു സിനിമയിൽ അഭിനയിച്ചു. അതിൽ നായികയുടെ അച്ഛനായിട്ടാണ്. സാധാരണ അത്ര കഥാപാത്രങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ല. നായികയുടെ അച്ഛനായിട്ട് അതിനകത്ത് അഭിനയിക്കാനായിട്ട് എൻ്റെ ഡയറക്ടർ ജെയിൻ ക്രിസ്റ്റഫർ അദ്ദേഹം അത് തന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയ ഒരു അവസരത്തെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ ഒരു സംഭവം ഇരിക്കുന്നത്. സിനിമ ഫീൽഡിലേക്ക് വരുന്നവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു മേഖലയല്ലേ. അതെ, നമ്മൾ ഒരുപാട് പേഷ്യൻസ് വേണം, ഒരുപാട് ക്ഷമ വേണം, ഒരുപാട് ഹാർഡ് വർക്ക് വേണം. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഈ അവസരം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പിന്നെ ഇതുപോലെ നമുക്ക് അവസരങ്ങളെ ഏൽപ്പിക്കാൻ ഒരു ധൈര്യവും നമ്മുടെ കഴിവിലുള്ള ഒരു ഉറപ്പും അവർക്ക് ഉണ്ടാവണം. അപ്പോൾ ആ ഒരു ടൈം പോയിന്റ് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അതിജീവനത്തിന്റെ കഥയെന്ന് ചേട്ടൻ പറഞ്ഞു. അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ചേട്ടൻ പറയണം. കാരണം അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അത് പറയാൻ ഒത്തിരി ഉണ്ടാവും. പിന്നെ ഞാൻ പറയാം, ഞങ്ങളെപ്പോലുള്ളവർക്ക് അതെ എൻ്റെ കുറവുകളെ ഞാൻ എങ്ങനെ കൂടുതലാക്കാം എന്ന്, എൻ്റെ നെഗറ്റീവ്സിനെ എങ്ങനെ പോസിറ്റീവാക്കാം. കാരണം ആക്കി പറ്റുള്ളൂല്ലോ, നമുക്കും ശ്രദ്ധ കേൾക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും ഇടപെടും.
ഒരുപക്ഷെ മിമിക്രിയിലൊക്കെ ഇടപെട്ടതും അങ്ങനെ ആയിരിക്കാം. എങ്ങനെ ശ്രദ്ധ കിട്ടും? സ്കൂളിൽ തന്നെ ഏറ്റവും ബാക്കിലിരിക്കുന്നവർ ഈ കുസൃതികൾ കാണിക്കുന്ന എന്താണ്? അവർക്ക് ശ്രദ്ധ കിട്ടാൻ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ നമ്മൾ അത്തരം രീതികളൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റുന്ന രീതികളിലൊക്കെ നമ്മൾ ഇടപെടും. ഒരു കൂട്ടമാകുമ്പോൾ ആ കൂട്ടത്തിൻ്റെ തമാശകൾ പറഞ്ഞും ഒക്കെ അതിൻ്റെ അകത്ത് ലീഡറാകാനുള്ളൊരു അതിനകത്ത് എൻ്റെ സാന്നിധ്യം വളരെ പിന്നെ അതിനകത്ത് ആവശ്യമാണ് എന്നൊരു ഘടകം കൊണ്ടുവരും. അതൊരു പിന്നെ അതിജീവനത്തിൻ്റെ ഒരു ഭാഗം, അതിജീവനത്തിൻ്റെ ഒരു കരുത്താണ്. അതൊരു ഭയങ്കര സംഭവമാണ്. അത്തരം കരുത്ത് എൻ്റെ ജീവിതത്തിനുടനീളം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, കിട്ടുന്നതിനെ എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത്. അത് നമുക്ക് കൂടുതൽ കരുത്ത് നൽകും. കയറി പയറ്റിയാലേ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതാണ് അതിനെ നമ്മൾ എല്ലാ മേഖലകളിലും, ഞാൻ സ്കൂൾ തലം തൊട്ടുള്ള എല്ലാ മേഖലകളിലും നമുക്ക് എവിടെയൊക്കെ കയറി പയറ്റി നിൽക്കാൻ പറ്റുമോ അത് ഇടിച്ച് കയറി നിൽക്കും. അതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. പക്ഷെ സത്യസന്ധമായിരിക്കണം ചെയ്യുന്നത്. അതെ അതെ. അല്ല, ഇങ്ങനത്തെ വാക്കുകൾ ഇന്നത്തെ കുട്ടികൾക്കും യൂത്തിനും ഒക്കെ വളരെ അത്യാവശ്യമാണ് കേട്ടോ. ചേട്ടനും കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരുടെ ആ ഒരു എനർജി, ആ ഇമ്മൻസ് ആയിട്ടുള്ള ഒരു എനർജി ചാനലൈസ് ചെയ്ത് പോകുന്ന വേറെ പല വഴിക്കാണ്. അതെ, പല വഴിക്കാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യേണ്ട അവിടെയാണ്. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത് തിരിച്ചറിയാനുള്ളൊരു കഴിവ് അവർക്കുണ്ടാവണം. തിരിച്ചറിയുന്നത് പലപ്പോഴും ചുറ്റുപാടുകളിൽ നിന്നാണ്. അതെ, ചുറ്റുപാടുകളിൽ നിന്നാണ് തിരിച്ചറിയേണ്ടത്. എനിക്ക് ഇന്നലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമുണ്ട്. വേടൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അല്ല, വേടൻ്റെ ഒരു പ്രോഗ്രാം, സ്റ്റേജ് പ്രോഗ്രാം. തിരിച്ച് അവനിലേക്ക് തന്നെ ആ പ്രോഗ്രാം വരുന്നു എന്നുള്ളതാണ്, ഇടുക്കിയിലെ പ്രോഗ്രാമിന്. അപ്പോൾ മക്കളെ, എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു എന്ന് പറയുന്നിടത്ത് ഞാൻ പെട്ടുപോയി, പക്ഷേ ഞാൻ നന്നാവാൻ ശ്രമിക്കും, നിങ്ങളതിലേക്ക് പോകരുത് എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ, ഒരു വാക്കുണ്ടല്ലോ, അത് വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് ആ യൂത്ത് മുഴുവൻ അവനിലേക്ക് ആകർഷിക്കുന്നൊരു പൈഡ് പൈപ്പർ ഇതിനകത്ത് പോലെ എല്ലാവരും ആകർഷിക്കുന്നതാണ്. അവൻ പറയുന്ന വാക്കുകൾക്ക് സത്യസന്ധത ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും അവൻ പറയുന്ന രാഷ്ട്രീയത്തിൽ കഴമ്പുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് അവർ വരുന്നതാണ്. വേഴ്സ്വർത്ത് ഇതിനകത്ത് ട്രെയിനിലിരുന്ന് പോകുമ്പോൾ അയാളൊരു കാഴ്ച കാണുകയാണ്. അങ്ങ് അകലെ ഒരു വയലിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പാട്ടുപാടി, ഷി വാസ് സിംഗിങ് അലോൺ, സോളിറ്ററി റീപ്പർ. എന്തോ ഒരു കാഴ്ച, ഒറ്റ മൊമെൻറ്റിൽ കണ്ട ഒരു സാധനത്തിന് അദ്ദേഹം അതിൻ്റെ ഉള്ളിലെടുത്ത് അദ്ദേഹം ഒരു മനോഹരമായ ഒരു കവിത രചിക്കുകയാണ്. ആ ഒരു തോട്ട്, ഒറ്റയ്ക്ക് നിന്ന് അവൾ പാടുകയാണ്, അവൾ കൊയ്യുകയാണ്. അതിനെക്കുറിച്ചൊരു മനോഹരമായൊരു കവിത. ഒരു നിമിഷം കണ്ട ഒരു സ്പാർക്ക് മതി നമ്മളാക്കാനായിട്ട്. അത്തരം സ്പാർക്കുകൾ നമ്മുടെ യുവാക്കൾക്കുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ഈ ചുറ്റുപാടിൽ നിന്നുണ്ടാകുന്നതാണ്. അത് അവൻ്റെ അധ്യാപകൻ മാത്രമല്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ മാത്രമല്ല, പോകുമ്പോൾ അയൽക്കാരെ കാണുന്നു, അവൻ്റെ അവൻ വണ്ടിയിൽ കയറുമ്പോൾ ക്ലീനറെ കാണുന്നു, ഡ്രൈവറെ കാണുന്നു, പിന്നെ അവിടെ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ തന്നെ അവരുടെ ആയയെ കാണുന്നു, ചോറ് കൊണ്ട് കൊടുക്കുന്ന അവർ കറി ഇത് കൊടുക്കുന്നവർ കാണുന്നു. ഇതെല്ലാം വിദ്യാഭ്യാസമാണ്. വെറും പാഠം പഠിക്കലല്ല. പാഠം പഠിക്കലെന്ന് പറഞ്ഞാൽ ഇന്നലെ അത് തന്നെ നമ്മൾ പഠിച്ചതൊന്നും പാഠങ്ങളായിരുന്നില്ല എന്നൊരു സത്യമാണ് ചേട്ടാ. അതുകൊണ്ടാണ് ഇപ്പം വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പ്രത്യേകം ഒരു ഷെഡ്യൂൾ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത്. അത് നടക്കുന്നില്ല. എന്നാലും ചേട്ടൻ പറഞ്ഞ പോലെ ചുറ്റുപാടുന്ന് പഠിക്കാത്തത് കൊണ്ടാണ് അത്. നമ്മൾ മാന്യമായിട്ട് റോഡിലിറങ്ങി പോകുന്നത് എങ്ങനെയാണെന്ന് പോലും നമ്മൾ പഠിച്ചിട്ടില്ല. അതെ ചേട്ടാ, 99 KSFയിൽ ജോലിക്ക് കയറുന്നത്. അപ്പോൾ ഈ കലാജീവിതവും ഔദ്യോഗിക ജീവിതവും രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടും ഒരുപോലെ ഡിഫിക്കൽട്ടായ കാര്യങ്ങളുമാണ്. അപ്പം എങ്ങനെയായിരുന്നു ചേട്ടാ ആ വഴി? ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് കൗൺസിലിങ്ങിന് പോകുന്നതൊക്കെ ഇവർക്ക് ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ്. ആ ഒരു ഇക്വിലിബ്രിയം കിട്ടുന്നില്ല. ചേട്ടൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു അത്? നമ്മുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുകയല്ലേ അതുപോലെ. ഇത് ഒന്നുമില്ല, നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളതാണ്. അത്
ഇതെല്ലാം നമ്മളിൽ ചേർന്ന സാധനങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളേണ്ട സാധനങ്ങളാണ്. അല്ലാതെ നമ്മളിത് വേറൊരു സാധനമായിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ പോയി. അതല്ല, ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മൾ ഈ സൊസൈറ്റി, അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മുടെ ധർമ്മം എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. ഇപ്പോൾ പിന്നെ എന്താണ്, കലാജീവിതം അതിൻ്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അതിനുള്ള സമയം ഞാൻ പ്രോഗ്രാമിന് പലപ്പോഴും പാതിരാത്രി പോയി, രാത്രിയിൽ എറണാകുളത്തൊക്കെ പോയി പ്രോഗ്രാം ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ ഇവിടെ വന്ന് കണ്ണിലൊരിതുണ്ടാവും. പക്ഷേ പലപ്പോഴും ഓഫീസിൽ പോയിട്ടുണ്ട്, തിരിച്ച് പോയിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു സ്ട്രെയിൻ അല്ലാതെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഇതായിട്ട് നമുക്ക് തോന്നത്തില്ല. ഏത് കാര്യവും നമ്മളെടുക്കുന്ന ലാഘവം, അല്ലെങ്കിൽ നമ്മൾ അതിനോട് കാണിക്കുന്ന പ്രതിബദ്ധത, അല്ലെങ്കിൽ അതുമായിട്ട് ഇഴയിച്ചേരാനുള്ള നമ്മുടെ ഒരു സ്വത്വമുണ്ടല്ലോ, അതിലായിരിക്കുന്നതല്ല ഏത് കാര്യത്തിലും. അപ്പം നമ്മുടെ ഭാഗമായി തന്നെ അങ്ങ് പോകും. അതെ അതെ. നമ്മൾ എത്രയോ പിന്നെ ഉദ്യോഗസ്ഥരായ എല്ലാവരും കുടുംബം നോക്കുന്നില്ലേ? അതെ. അപ്പോൾ കുടുംബത്ത് ഒക്കെ ഉള്ള കാര്യങ്ങളാണോ? എത്രയോ സ്ത്രീകൾ വീട്ടിൽ എല്ലാ പണിയും ചെയ്തിട്ടാണ് ഓഫീസിൽ പോയി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് രണ്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളല്ലേ? പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ചെയ്തേ പറ്റൂ. അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവരെടുക്കുമ്പോൾ അത് പ്രയാസമില്ലാതെ പോകുന്നു. പിന്നെ ചേട്ടാ, നമ്മുടെ ഈ ഫീൽഡ് ഒരുപാട് കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. നമുക്കതറിയാം, ഒത്തിരി കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് ക്ഷമയും ഹാർഡ് വർക്കും ഒക്കെ വേണം. ഈ സെൽഫ് മോട്ടിവേഷൻ, അതായത് നമ്മൾ തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ വീണാലും നമ്മൾ എണീക്കുക, അത് നിരന്തരം തുടർന്നുകൊണ്ടിരുന്ന ആ ഒരു പെർസിയറൻസ് അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഫീൽഡിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുക. അപ്പോൾ ചേട്ടൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം സിനിമ അല്ലെങ്കിൽ അഭിനയം ഒരു ലക്ഷ്യമായിട്ട് വരുന്ന ആൾക്കാർ, അവർക്ക് ഒരു ജോലിയും കൂടെ ഉണ്ടാവുന്നത് നന്നായിരിക്കും ഏട്ടാ? തീർച്ചയായും. എനിക്ക് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് സ്ഥിരമായൊരു ജോലി വേണം. സ്ഥിരമായൊരു ഒരു വരുമാനം ഉണ്ടാകുന്ന ഒരു ഗവൺമെൻറ് ജോലി തന്നെ വേണമെന്ന് എനിക്കൊരു ഭയങ്കര ആർത്തി ഉണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് എനിക്ക് കലാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പറ്റണം. ചേട്ടാ, ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ഇപ്പോൾ ചേട്ടൻ ഫുൾ ടൈം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെയാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ബോർഡ് മെമ്പറാണ്. അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ ഏട്ടാ? അക്കാദമി എന്നും വിവാദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ. പക്ഷെ അങ്ങനെയല്ല ഇപ്പം. പിന്നെ അതിൻ്റെ നല്ല വശങ്ങൾ നമ്മൾ നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ചെയർമാൻ പ്രേംകുമാറാണല്ലോ ഇൻചാർജ് ആണെങ്കിലും അദ്ദേഹം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളെല്ലാവരും തന്നെ സിനിമയിൽ ഇഷ്ടംപോലെ നടിമാരുണ്ട്. പക്ഷേ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ എത്ര പേരുണ്ട്? അപ്പോൾ പിന്നണിയിലെ ഓരോ കാര്യങ്ങളും, മേക്കപ്പ്, ലൈറ്റ്സ്, പിന്നെ ക്യാമറയ്ക്ക് പിന്നിൽ ഇങ്ങനെ സാങ്കേതികമായിട്ടുള്ള എല്ലാ ഇതിനും സ്ത്രീകൾ കൂടെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു വലിയൊരു ക്യാമ്പ് സംഘടിപ്പിക്കുകയും കുക്കുവായിരുന്നു എൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്യാമ്പ് ഇപ്പോൾ സംഘടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഗോത്രവർഗത്തിലുള്ള കുട്ടികൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. കാരണം അവർ സിനിമ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ അവർ ഈ മേഖലയിലേക്ക് വന്നപ്പോൾ ഇതിലേക്കുള്ളൊരു അവരുടെ ചിന്തകൾ, അവരുടെ ചിന്തകളൊക്കെ എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. അതെ, നമ്മുടെ ജനറൽ കൗൺസിൽ മീറ്റിംഗ് തന്നെ ഇപ്പോൾ അടുത്തിടെ ഒരു ഒത്തിരി പ്രാവശ്യം കൂടുകയും കൂടുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പിന്നെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യവും അത് നടത്താനുള്ള പ്രസിഡൻ്റായാലും ചെയർമാനായാലും സെക്രട്ടറി ആയിരുന്നാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചേട്ടാ KSF-ലായിരുന്നു. അതെ. റിട്ടയർ ചെയ്യുമ്പോഴത്തേനും ഏത് പോസ്റ്റിലായിരുന്നു? ഞാൻ സീനിയർ മാനേജറായിരുന്നു. ഓക്കെ. അപ്പം അതിനുശേഷവും വളരെ പവർ പാക്ഡ് ആയിട്ട് കലാ സാംസ്കാരിക ഒരുപാട് സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് ഞങ്ങൾക്കറിയാം. ഒതുങ്ങിക്കൂടുക എന്ന് പറഞ്ഞപ്പോൾ അത്തരം ഒരു സംഭവം എൻ്റെ നിഘണ്ടുവിലേയില്ല. ശാരീരികമായും മാനസികമായും ഉള്ളതുവരെ. ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഇളയ മോന് ഓട്ടിസം ഉണ്ട്. അപ്പോൾ അവന് ഒരു ചില്ല എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്.
ആ സംഘടനയുടെ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ഞാനാണ്. അപ്പോൾ അതിന് ഞങ്ങളൊരു ഓട്ടിസം സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലുതായിട്ടില്ല, ഒരു 10 പേരേ ഉള്ളൂ, 10 കുട്ടികളെ. അപ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള ഏറ്റവും സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന, പ്രത്യേകിച്ച് സിംഗിൾ പാരൻ്റൊക്കെയുള്ള കുട്ടികളുടെ ചിലപ്പോൾ അച്ഛൻ കളഞ്ഞിട്ട് പോകും, അമ്മമാരുടെ മാത്രം ബാധ്യതയായിട്ട് വരുന്നവരുണ്ട്. അവരെയൊക്കെ ഈ പിന്നെ റൂമിൽ അടച്ചിട്ടേ ഇവർക്ക് തൊഴിലിന് പോകാൻ പറ്റുകയുള്ളൂ, അങ്ങനെയുള്ളവരുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് അങ്ങനെയുള്ള ഏറ്റവും പാവപ്പെട്ടവരെ എടുത്തിട്ട് ഫ്രീ ആയിട്ട് നമുക്കെന്ത് അവർക്ക് കൊടുക്കാൻ പറ്റും, അവർക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ, അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത്. ഇതൊരു റിവേഴ്സ് പ്രോസസ്സാണ്. കാരണം നമുക്കറിയുന്നത് അങ്ങോട്ട് കൊടുക്കുകയാണല്ലോ ഒരു ടീച്ചിങ് മെത്തേഡ്. ഇതങ്ങനെയല്ല. അവരുടെ എന്ത് മെച്ചമുണ്ട്, അവരുടെ സ്കില്ല് കണ്ടെത്തി, അവരുടെ എബിലിറ്റി അത് ഇത് ചെയ്തിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും നമുക്ക് ഈ ബ്രാൻഡഡ് കമ്പനികളിലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് നമ്മുടെ. അവർക്കും അതിജീവിക്കണമല്ലോ. അങ്ങനെ ചില്ല സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ എന്നെപ്പോലെ പൊക്കം കുറഞ്ഞവരുടെ ഒരു സംഘടനയുണ്ട്, ലിറ്റിൽ പീപ്പിൾ കേരള. അതൊരു ട്രസ്റ്റായിട്ട് ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രസിഡൻറ്റ് ഞാനാണ്. അങ്ങനെ ഒരു സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ആദിതാളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദിതാളം കൾച്ചറൽ ഫോറം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പ്രോഗ്രാം, അതിൻ്റെ ചെയർമാനായിട്ട് ഇപ്പോൾ തന്നെ വെച്ചിരിക്കുകയാണ്. അമ്മയിലും ആത്മാ സീരിയലുടെ സംഘടനയുണ്ട്. ഇങ്ങനെ ഒരുപാട് ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഇങ്ങനെ കിട്ടുന്ന എല്ലാ എന്താണ് പ്രവർത്തനങ്ങളിലും ഇടപെടാനുള്ളൊരു കൊതിയുണ്ട്. അതനുസരിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു, പക്ഷെ നമ്മൾ കുടുംബത്തെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ല. അതായിരിക്കണം ചേട്ടൻ്റെ ഫ്യൂവൽ എന്ന് പറഞ്ഞു. ചേട്ടൻ്റെ അതിനെ കുറിച്ചിട്ട് എനിക്ക് അറിയണം. ഭാര്യ സൂസൻ, മക്കള് സിദ്ധാർത്ഥ്, ശ്രേയസ്, 2 പേരുണ്ട്. സിദ്ധാർത്ഥ് ഇപ്പോൾ ദൂരദർശനിലെ എഡിറ്ററായിട്ട്, അതായത് സ്ഥിരമായിട്ടല്ല, ഇപ്പോൾ അതിനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവൻ ഗ്രാഫിക് ഡിസൈനറാണ്. ഡിഗ്രി കഴിഞ്ഞു. ഇങ്ങനെ അവനും ഇതുപോലെ പല പദ്ധതികളിലും അവനും ഈ ചിലയിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇളയ മോന് ഓട്ടിസമാണെന്ന് പറഞ്ഞില്ലേ, അവനെ കൊണ്ടുപോകുന്നതിനും അവൻ്റെ കൂടെ ഇപ്പം വൈഫാണ് എൻ്റെ കൂടെ ഇത്രയും നാളും മോൻ്റെ കൂടെ നിന്നത്. ഇപ്പോൾ അവനും കൂടെ അത് സഹകരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അടങ്ങുന്ന. പിന്നെ അമ്മയുണ്ട്. അമ്മക്ക് ഈയിടെയായി ഓർമ്മയിൽ ശകലം വിഷയമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്കിലും നമ്മൾ പിന്നെ സകുടുംബം സന്തോഷകരമായി ജീവിതം നയിച്ചു പോകുന്നു. ചേട്ടാ, എക്കോ ചാനലിന് വേണ്ടിയിട്ട് ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്ന ആളാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റി വെച്ചത് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഓർമ്മിക്കുകയാണ്. തീർച്ചയായും നല്ലൊരു കാര്യമല്ലേ നമ്മുടെ. എനിക്കും അതുപോലെ തന്നെ എക്കോ ചാനലുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു എന്നെ കേൾക്കുന്നവരും ഇതിൻ്റെ പ്രേക്ഷകർക്കും ഒക്കെ എന്നെക്കുറിച്ചും നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ചുമൊക്കെ അറിയാനും കേൾക്കാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായതിലും എനിക്കും വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി.